ഡെറാഡൂണിൽ ചേരുന്ന 10ാമത് ആയുർവേദ കോൺഗ്രസിന് ഇന്ന് സമാപനം. ഉത്തരാഖണ്ഡ് ഗവർണർ ഗുർമിത് സിംഗ് സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ഡിജിറ്റൽ ആരോഗ്യം ആയുർവേദത്തിൻ്റെ കാഴ്ചപ്പാടിൽ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, നമുക്കറിയാം ഡെറാഡൂണിലാണ് 10ാമത് ആയുർവേദ കോൺഗ്രസിന് ആരംഭിച്ച ആയുർവേദ കോൺഗ്രസ് ഇന്ന് സമാപിക്കുന്നത്. ഉത്തരാഖണ്ഡ് ഗവർണർ സമാപന സമ്മേളനത്തിൽ അഭിസംബോധന ചെയ്യുന്നു. ഡിജിറ്റൽ ആരോഗ്യം ആയുർവേദത്തിൻ്റെ കാഴ്ചപ്പാടിൽ എന്നതാണല്ലോ ഇത്തവണത്തെ പ്രമേയം. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, കഴിഞ്ഞ 4 ദിവസമായി ഉത്തരാഖണ്ഡിന്റെ തലസ്ഥാനമായ ഡെറാഡൂണിൽ ഈ 10ാമത് ആയുർവേദ കോൺഗ്രസ് നടക്കുകയാണ്. ഇതിന് നേതൃത്വം നൽകുന്നത് നമുക്കറിയാം വിജ്ഞാൻ ഭാരതിയാണ്. 2002-ൽ കേരളത്തിലെ കൊച്ചിയിൽ നിന്ന് ആരംഭിച്ച് ഇന്നിപ്പോൾ ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ നമ്മൾ നിൽക്കുന്നത് ഇതിന്റെ 10ാമത്തെ എഡിഷനിലാണ്. ഉച്ചതിരിഞ്ഞ് ഉത്തരാഖണ്ഡിന്റെ ഗവർണർ ഇന്ന് നടക്കുന്ന ഈ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. നമ്മളോടൊപ്പം ഇപ്പോൾ വിജ്ഞാൻ ഭാരതിയുടെ ദേശീയ സഹസംഘടനാ ജനറൽ സെക്രട്ടറി പ്രവീൺ രാംദാസ് ചേരുകയാണ്. ഈ പരിപാടിയുടെ പ്രധാനപ്പെട്ട സംഘാടകനാണ് അദ്ദേഹം. കേരളത്തിലെ കണ്ണൂർ സ്വദേശി കൂടിയാണ്. പ്രവീൺജി, നമസ്തേ. ഈ 10ാമത്തെ എഡിഷൻ വളരെ മനോഹരമായിട്ട് ഇന്നിപ്പോൾ സമാപിക്കാൻ പോവുകയാണ്. വിജ്ഞാൻ ഭാരതി എങ്ങനെയാണ് ഈ ഡെറാഡൂണിലെ 10ാമത്തെ ആയുർവേദ കോൺഗ്രസിനെ വിലയിരുത്തുന്നത്? എല്ലാ ആയുർവേദ കോൺഗ്രസും അതിൻ്റേതായ ആ സമയത്തുണ്ടാകുന്ന വിഷയങ്ങളെ ആധാരമാക്കിയിട്ടാണ് ഇരിക്കുന്നത്. ഈ പ്രാവശ്യം നമ്മൾ ലോകം മുഴുവൻ ഒരു ഡിജിറ്റലായിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഡിജിറ്റൽ ഹെൽത്ത് എന്നുള്ള വിഷയത്തെക്കുറിച്ചിട്ടാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ആ ഒരു വിഷയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല അതിനുള്ള റെസ്പോൺസ് നമുക്കിതിന് കിട്ടും. അതിനെക്കുറിച്ചുള്ള കുറേ റിസർച്ച് പേപ്പേഴ്സ് അതങ്ങനെയുള്ള നല്ലൊരു അക്കാഡമിക് കോൺഫറൻസ് എന്ന രീതിയിൽ നടത്താൻ പറ്റി. നടത്തിപ്പിൻ്റെ കാര്യത്തിലും വിജ്ഞാന ഭാരതിയെ സംബന്ധിച്ചിടത്തോളം ഡെറാഡൂൺ കോൺഗ്രസ് വളരെ സംതൃപ്തി നൽകുന്നതാണ്. 8,000-ഓളം പേര് ഇവിടെ ഒത്തുകൂടുകയും അവർക്ക് നല്ല സജ്ജീകരണങ്ങൾ അവതരിപ്പിക്കുക. അതുപോലെ തന്നെ 32 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള 350-ഓളം പ്രതിഭാഗികൾ ഉണ്ടായിരുന്നപ്പോഴും എല്ലാവർക്കും നല്ല രീതിയിലുള്ള വ്യവസ്ഥ ചെയ്യാനും അവർക്ക് നല്ല രീതിയിൽ അവരുടെ റിസർച്ച് ഇവിടെ പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉറക്കാൻ പറ്റി. അപ്പോൾ ഒരു സംതൃപ്തമായ ഒരു വ്യവസ്ഥ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നല്ലൊരു ഇത്. 2002-ൽ കേരളത്തിൽ നിന്ന് ആരംഭിച്ച് 10ാമത്തെ അധ്യായത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ആയുർവേദ സമ്മേളനമായിട്ട് ആയുർവേദ കോൺഗ്രസ് മാറിയിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികളൊക്കെ എത്തുന്നു. ശരിക്കും ഇതിൻ്റെ മുഖ്യ സംഘാടകരായിട്ടുള്ള വിജ്ഞാൻ ഭാരതിക്ക് പിന്തുണ ഏതൊക്കെ ഘടകങ്ങളാണ് മറ്റ് ഭാഗങ്ങളിൽ നിന്നുള്ള പിന്തുണ ലഭിക്കുന്നത് ഇങ്ങനെ ഒരു വലിയ സമ്മേളനം നടത്താൻ? കേരളത്തിൽ 2002-ൽ വേൾഡ് ആയുർവേദ കോൺഗ്രസ് കണ്ടക്ട് ചെയ്തപ്പോൾ അതൊരു അസംഭവമായില്ലെങ്കിൽ നടക്കാൻ പറ്റാത്തൊരു കാര്യമാണെന്നുള്ള രീതിയിലുള്ള ഒരു സമയത്തായിരുന്നു തുടങ്ങിയത്. പക്ഷേ ഇന്ന് 2024 10ാം എഡിഷൻ നമ്മൾ നടത്തുമ്പോൾ വളരെ സംതൃപ്തിയുണ്ട്. അതുപോലെ തന്നെ ഇന്ന് വേൾഡ് ആയുർവേദ കോൺഗ്രസ് വിജ്ഞാന ഭാരതിയുടെ പരിപാടിയാണെന്ന് പറയുന്നതിന് തന്നെ കുറച്ചൊരു എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റ് അവരുടേതായ ഒരു പ്രോഗ്രാം പോലെ ഇത് കൊണ്ടു നടക്കുകയാണ്. അതുപോലെ തന്നെ 210ഓളം കമ്പനികൾ ഇവിടെയുണ്ട്. അവരെല്ലാം അവരുടേതൊരു പരിപാടിയാണെന്നുള്ള രീതിയിൽ നമ്മൾ വലിയ രീതിയിൽ സ്പോൺസർഷിപ്പ് തരുന്ന 10ഓളം കമ്പനികൾ, അതുപോലെ തന്നെ ഉത്തരാഖണ്ഡ് ഗവൺമെൻറ്റിൻ്റെ വളരെ ശക്തമായ ഒരു സഹകരണം ഇതിന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ എല്ലാ വേൾഡ് ആയുർവേദ കോൺഗ്രസുകൾക്കും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ആയുഷിൻ്റെ സഹകരണം നമുക്ക് ലഭിക്കാറുണ്ട്. ഈ സമ്മേളനത്തിനും അതുപോലുള്ള ഒരു നല്ല സഹകരണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആയുർവേദത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഡിജിറ്റൽ ഹെൽത്ത് എന്ന വലിയൊരു ആശയമാണ് ഡെറാഡൂൺ സമ്മേളനം ആഹ്വാനം ചെയ്യുന്നത്. അതേപ്പറ്റി ഒന്ന് വിശദീകരിക്കും. ഡിജിറ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നോക്കുകയാണെങ്കിൽ കൊറോണയ്ക്ക് ശേഷം ലോകം ഒരു ടെക്നോളജിയുടെ യുഗത്തിലേക്കൂടിയാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മോഡേൺ അലോപ്പതി പോലുള്ള സിസ്റ്റംസ് അതിന് വളരെ വലിയൊരു കുതിപ്പ് തന്നെ നടത്തി കഴിഞ്ഞു. പക്ഷേ ആയുർവേദത്തിന് പിന്നോട്ട് നിൽക്കാനാവില്ല. ആയുർവേദത്തിനും ഇതുപോലുള്ള തയ്യാറെടുപ്പുകൾ വേണം. അതിന് ആയുർവേദ കമ്പനികളും ആയുർവേദ അഡ്മിനിസ്ട്രേഷനും അതിന് തയ്യാറാവണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു കുതിപ്പാണ്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു തുടക്കമാണിത്. പക്ഷേ ആയുർവേദത്തിൽ ഇതുപോലുള്ള ചെറു സംരംഭങ്ങൾ എല്ലാവിടെയും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ സമ്മേളനത്തോടുകൂടി നമുക്ക് മനസ്സിലാകുന്നത് ഈ ടെക്നോളജിയുടെ യുഗത്തിൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ആയുർവേദത്തിലൂടെ ഒരു ആരോഗ്യപരമായ ഒരു സമാജത്തെ സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തിന് ആയുർവേദ സമൂഹം നല്ല രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തി കഴിഞ്ഞു. അതിനുള്ള പോലെ സ്റ്റോളുകൾ നോക്കുകയാണെങ്കിലും അവർ പല പല ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ടെലിപ്പതി പോലുള്ള നെറ്റ്വർക്കിങ്ങും അതിങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ആയുർവേദത്തിനെ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് എത്തിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നല്ലൊരു തയ്യാറെടുപ്പ് ഈ ആയുർവേദ കോൺഗ്രസ്സിൽ ആയുർവേദ സമൂഹം നടത്തുന്നതായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. ഒരു ചോദ്യം കൂടെ ഉള്ളത്, ധാരാളം മലയാളി ചെറുപ്പക്കാരൊക്കെ ഈ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും അറിയാനുള്ളത് അടുത്ത സമ്മേളനം എവിടെ ആയിരിക്കും? കേരളത്തിൽ എന്നാണ് ഇനി ഒരു ആയുർവേദ കോൺഗ്രസ് നടക്കുന്നത്? കേരളത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്.
കേരളത്തിൽ ആയുർവേദത്തിനെ കുറിച്ചിട്ട് പല പല പരിപാടികൾ ഉണ്ടാവാറുണ്ടെങ്കിലും എപ്പോഴും അടുത്ത കോൺഫറൻസ് എവിടെയായിരിക്കണം എന്നുള്ളത് വേൾഡ് ആയുർവേദ കോൺഗ്രസിൻ്റെ കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്. വിജ്ഞാൻ ഭാരതി ഒരു വേൾഡ് ആയുർവേദ ഫൗണ്ടേഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അവരതിന് തീരുമാനിക്കും. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയോടുകൂടി ആലോചിച്ചിട്ട് നമ്മൾ അടുത്ത സമ്മേളന നഗരിയെക്കുറിച്ച് പറയുന്നതായിരിക്കും. ഓക്കെ, വളരെ സന്തോഷം. ഇതിൻ്റെ പ്രധാന സംഘാടകനായിട്ടുള്ള വിജ്ഞാൻ ഭാരതിയുടെ സഹസംഘടനാ ജനറൽ സെക്രട്ടറി പ്രവീൺ രാംദാസ് ആണ് നമ്മളോട് പ്രതികരിച്ചത്. എന്തായാലും ആയുർവേദ കോൺഗ്രസിൽ ഏതാണ്ട് 10,000-ത്തിനടുത്ത് പ്രതിനിധികളാണ് 58 രാജ്യങ്ങളിൽ നിന്നായി പങ്കെടുത്തിരിക്കുന്നത്. വളരെ വിശാലമായ ഒരു സമ്മേളനമായിരുന്നു. ഡിസംബർ 12-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വൽ മാർഗം ഈ സമ്മേളനത്തിന് തുടക്കം കുറിച്ചു. ഇന്നിപ്പോൾ ഉച്ചതിരിഞ്ഞ് ഉത്തരാഖണ്ഡ് ഗവർണറാണ് ഇന്ന് ആ സമ്മേളനത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത്. ഡെറാഡൂണിലെ വേദിയിൽ നിന്ന് ഉണ്ണി കെ വാര്യർക്കൊപ്പം ഗൗതം അനന്തനാരായണ. തീർച്ചയായും ഡെറാഡൂണിൽ നടക്കുന്ന 10ാമത് ആയുർവേദ കോൺഗ്രസ് 55ഓളം രാജ്യങ്ങളിൽ നിന്നായി 10,000-ത്തോളം പ്രതിനിധികൾ പങ്കെടുക്കുന്ന ആഗോള ആയുർവേദ കോൺഗ്രസിനാണ് ഇന്ന് ഡെറാഡൂണിൽ സമാപനമാകുന്നത്. ആ സമ്മേളന വേദിയിൽ നിന്നാണ് ഗൗതം അനന്തനാരായണൻ തത്സമയ വിവരങ്ങൾ കൈമാറിയത്.